ഇപ്പോഴും അതിൽ ഉറച്ചു വെക്കുന്നു. എന്തിനാണ് 6 മാസം മെറ്റർനിറ്റി ലീവ് കൊടുക്കുന്നത്? പലപ്പോഴും തോന്നി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അനീഷിന്റെ വേർഷനാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു മെറ്റർനിറ്റി ലീവ് 6 months കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രിവിലേജ് ആയിട്ട് സ്ത്രീകൾ എടുക്കുന്നതായിട്ട്. സ്ത്രീകളുടെ പ്രിവിലേജ് ആണ്, കാരണം സ്ത്രീകളാണ് പ്രസവിക്കുന്നത്. അപ്പോൾ പ്രിവിലേജ് ഉണ്ടാവുമല്ലോ സ്ത്രീകൾക്ക്. ആക്ച്വലി മാഡത്തിന് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറിയുടെ ടൈമിൽ എന്തായാലും കൊടുത്താലേ പറ്റുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 6 മാസം എന്നുള്ളത് അകത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്കും എന്തായാലും അങ്ങനെയല്ല. നമ്മുടെ പോയിന്റ് കറക്റ്റ്. പുരുഷന്മാർക്ക് കൊടുക്കരുത് എന്ന് ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞില്ല. പക്ഷേ സ്ത്രീക്ക് കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്ന ഒരു അൺവാണ്ടഡ് പ്രിവിലേജ് ആണെന്നാണ് അനീഷ് പറയുന്നത്. പെണ്ണുങ്ങൾക്ക് 6 കൊടുത്തിട്ട് ആണുങ്ങൾക്ക് മറ്റൊരു കൊടുക്കും, അത് നമുക്ക് ഒരു കുഴപ്പമില്ല. അത് പ്രിവിലേജ് ആണോ അല്ലാന്ന് നമ്മൾ ആരും തടയിക്കുന്നില്ല അനീഷ്. ഞാൻ ഇതൊന്നും അല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചത് അങ്ങനെ സ്ത്രീ വിരോധം പറഞ്ഞിട്ട് അനീഷാണ് പോയി പ്രപ്പോസ് ചെയ്തത്. അതിനെപ്പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ വിന്നർ അനിമോളായിരുന്നു, കപ്പെടുത്തത് അനിമോളായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിയൊരു വ്യക്തിയായിരുന്നു ഈ അനീഷ് എന്ന് പറയുന്ന ആൾ. പക്ഷേ അനീഷിനെ ശരിക്കും എക്സ്പോസ് ചെയ്തത് ആ 100 ദിവസം വീട്ടിൽ നിന്നപ്പോഴല്ല, പുറത്തിറങ്ങി ഈ അഞ്ജന നമ്പ്യാർ എന്നൊരു വ്യക്തി ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് അനീഷിൻ്റെ റിയൽ ക്യാരക്ടർ എക്സ്പോസ് ചെയ്തത്. കാരണം അകത്തിരുന്ന അനീഷ് കംപ്ലീറ്റ്ലി ഫേക്ക് ആയിരുന്നെന്നും 100% ജെനുവിനായിട്ടല്ല അനീഷ് അവിടെ നിന്നതെന്നുമുള്ളതിൻ്റെ പ്രൂഫായിട്ടാണ് അഞ്ജന നമ്പ്യാർ പുള്ളിക്കാരത്തിക്ക്. കാരണം പുള്ളിക്കാരത്തിയിൽ ഒരുപാട് പ്രൂഫുണ്ട്. അനീഷ് കയറി വന്ന സമയത്ത് ഇൻ്റർവ്യൂ ചെയ്തത് പുള്ളിക്കാരത്തിയാണ്, അനീഷിനെ കോൾ ചെയ്തത്, അനീഷിനെ ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചത് പുള്ളിക്കാരത്തിയാണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പം അനീഷ് ഒരു സ്ത്രീവിരോധിയായിരുന്നു, അതിനെക്കുറിച്ച് അനീഷിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അനീഷ് എന്ന വ്യക്തി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി ചെന്നത്. അനീഷ് ഓൾറെഡി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ജന നമ്പ്യാരുടെ അടുത്ത്. അതും പറഞ്ഞ് വഴക്ക് വരയിട്ടിട്ടുണ്ടായിരുന്നു, സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് 6 months കൊടുക്കരുത് എന്നുള്ള രീതിയിൽ. അപ്പം അനീഷിനെ പോലൊരു വ്യക്തി എന്തുകൊണ്ട്, ഇത്രയുമൊക്കെ കാര്യങ്ങളും പരിജ്ഞാനം ഉള്ളൊരു വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനൊരു കാര്യം ഈ ഒരു സമൂഹത്തിന് മുൻപിലേക്ക് ഇടാൻ ശ്രമിച്ചു? പക്ഷേ അതിനുള്ളിൽ കയറിയപ്പോൾ അയാൾ പ്ലേറ്റ് മാറ്റി, അയാളത് പറഞ്ഞില്ല. പക്ഷേ അനീഷിനെ പോലൊരു വ്യക്തി എപ്പോഴെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ വീഡിയോ ഇതിനെക്കുറിച്ച് കാണുന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഈ വീഡിയോ ആളുടെ കണ്ണിൽ പെടാനൊരു വഴിയുമില്ല എങ്കിലും ഇങ്ങനത്തെ ചിന്തകളുള്ള ആൾക്കാരുടെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളത്, സ്ത്രീകൾക്ക് എന്തിനാണ് മെറ്റർനിറ്റി ലീവ് 6 months എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനീഷ് ചോദിക്കുന്നുണ്ട് എന്തായാലും ഡെലിവറിക്ക് സമയം കൊടുത്തല്ലേ പറ്റത്തുള്ളൂ, നീ പ്രസവിക്കാൻ മാത്രമാണോ സ്ത്രീ? പ്രസവിച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവിടെ കൊണ്ട് തീരുമോ? ഒരിക്കലുമില്ല. അനീഷ് മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളിലുണ്ട്. അതുകൊണ്ടായിരിക്കാം മേ ബി ഇതൊന്നും മനസ്സിലാക്കാതിരുന്നത് കൊണ്ടായിരിക്കാം അനീഷിൻ്റെ ദാമ്പത്തിക ജീവിതം പരാജയമായി പോയത്, അല്ലേ? ഒരു സ്ത്രീക്ക് ഒരു ഫിസിക്കൽ റിക്കവറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫിസിക്കൽ ബോഡി ഡിമാൻഡ് ചെയ്യുന്ന കുറേ പ്രോസസ്സുണ്ട്. അവർക്ക് അതിനകത്തുനിന്ന് റിക്കവറായി വരണം, അല്ലേ? അതിൻ്റെ അവർക്കുണ്ടായിരുന്ന ഒരു കോംപ്ലിക്കേഷൻസ്, പോസ്റ്റ് പാർട്ടം പെയിന്, ആ ഡെലിവറിക്ക് ശേഷം അവരുടെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഡെലിവറി സമയത്ത് അവരുടെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ടൈം വേണ്ടേ? അതേപോലെ അവരുടെ ഹെൽത്തിന് അവർക്ക് പ്രയോറിറ്റി കൊടുക്കണ്ടേ? അവരുടെ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മാറിയിട്ടുണ്ടാവും. അവർക്ക് ഡിപ്രഷൻ വന്നിട്ടുണ്ടാവും, ആങ്സൈറ്റി വന്നിട്ടുണ്ടാവും, മെൻ്റൽ ഹെൽത്തിന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരിക്കും. മെഡിക്കൽ കെയർ, ഇതിപ്പോൾ ഒരു നോർമൽ ഡെലിവറി അല്ല, ഒരു സർജറി ആണെങ്കിൽ അതിൻ്റെ പെയിൻ എത്ര നാൾ അവർ സഹിക്കണം? അതേപോലെ കുഞ്ഞും അമ്മയുമായിട്ടുള്ളൊരു ബോണ്ട് വേണ്ടേ? അങ്ങോട്ടുണ്ടായ ഒരു ജനിക്കുന്ന കുഞ്ഞിന് ആ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് കുഞ്ഞ് ഭയങ്കര നോർമൽ ആവുമോ? അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നൊരു കുഞ്ഞാണോ അത്? അതിന് അമ്മയുടെ അടുത്തുനിന്ന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതായത് അമ്മയുടെ കെയർ വേണം, അമ്മയുടെ പരിചരണം വേണം, അമ്മയുടെ സ്നേഹം വേണം, കുഞ്ഞും അമ്മയോട്ടൊരു ഇമോഷണൽ കണക്ഷൻ. അതേപോലെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നതായിരിക്കുമല്ലോ ഒരു 90% ആൾക്കാരും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നതായിരിക്കും. അവർക്ക് ചിലപ്പം ഒരു മെറ്റർനിറ്റി ലീവൊക്കെ കറക്റ്റ് കിട്ടാതെ വരുമ്പോഴാണ് അവർ പകുതിക്ക് വെച്ച് കുഞ്ഞിന് ഫീഡ് പോലും ചെയ്യാതെ ഒരു പ്രായം പോലും ആവാത്ത കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ജോലിക്ക് പോകേണ്ട എത്രയോ അമ്മമാരുണ്ട്. അപ്പോൾ ആ ഒരു 6 മാസമെങ്കിലും കൊടുത്തില്ലെങ്കിൽ ആ കുഞ്ഞിന് വേണ്ട ഒരു ബ്രസ്റ്റ് ഫീഡിങ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു മിൽക്ക് സപ്ലൈ, ഇതൊക്കെ ഒരു അമ്മയ്ക്ക് കൊടുക്കണമെങ്കിൽ അവർക്ക് ടൈം വേണ്ടേ? ഒരു കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ അമ്മയല്ലാതെ അച്ഛനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ റെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആൾക്ക് മാത്രമേ അവർ തിരിച്ച് ജോലിക്ക് കയറുന്ന സമയത്ത് അവർക്ക് അവരുടെ പ്രോപ്പറായിട്ടുള്ളവരുടെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ആണുങ്ങളെ സംബന്ധിച്ച് അവർക്ക് മെറ്റർനിറ്റി ലീവ് കൊടുക്കരുതെന്നൊന്നുമല്ല, പെറ്റർനിറ്റി ലീവ് ഉണ്ട്, അവർക്കത് എടുക്കാം. ഇപ്പം അമ്മ ജോലിക്ക് പോകുമ്പോൾ അച്ഛന് കുഞ്ഞിനെ നോക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതല്ലാതെ ഒരു അച്ഛനെ സംബന്ധിച്ച് ഒരു ഡെലിവറി നടന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിയുമ്പം ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു അംശം പോലും ഒരു പുരുഷൻ അനുഭവിക്കുന്നില്ല. പ്രസവം കഴിയുമ്പം ഒരു സ്ത്രീക്ക് കിട്ടാതെ വരുന്ന പരിഗണനയും അല്ലെങ്കിൽ ഒരുപാട് റെസ്റ്റും ഒന്നും കിട്ടാതെ വരുമ്പോൾ ഒരു സ്ത്രീക്ക് അനുഭവപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ മൂലം കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്ന ഒരു സ്റ്റേജിലേക്ക് വരെ അമ്മമാർ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട് ആ ഡിപ്രഷൻ്റെ മൂലം. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഡെലിവറി കഴിഞ്ഞ് അടുത്ത മാസം തൊട്ട് ജോലിക്ക് പോവുക, കുഞ്ഞിനെ നോക്കണം, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം, ഫിസിക്കൽ ഹെൽത്ത് മോശം, മെൻ്റൽ ഹെൽത്ത് മോശം, ജോലിക്കും പോയി കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക നില എന്തോരമായിരിക്കും? ആ ഒരു ഡിപ്രഷൻ മൂലം എന്തോരം പ്രശ്നങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പം അനീഷിനെ പോലൊരു വ്യക്തി ഇതൊന്നും മനസ്സിലാക്കാതെ ഇതിനെക്കുറിച്ച് പോയി ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ വേണ്ടി റെഡിയായിട്ട് പോയൊരു അനീഷ്
ഇത്രയും എനിക്കറിയില്ല അനീഷിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇത്രയും നാളൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു അനീഷ് എന്ന വ്യക്തിയുടെ അടുത്ത്. ഒരിക്കലും 100% ഷുവറാണ് അനീഷ് ആ ഒരു ബിഗ് ബോസിൻ്റെ കപ്പ് എടുക്കാൻ ഒട്ടും യോഗ്യനല്ല. അതിപ്പം വേറെ ആരെടുത്താലും ശരി, അനീഷിന് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നിരുന്നെങ്കിൽ ആദ്യത്തെ വീക്ക് തന്നെ ഔട്ടായി പോകേണ്ട ആളായിരുന്നു. എന്തുകൊണ്ടോ അയാളത് പറഞ്ഞില്ല, അയാൾക്കത് പറയാനുള്ളൊരു സാഹചര്യം അവിടെ നിന്ന് കിട്ടിയില്ല. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് വളരെ ഫേക്കായിട്ട് അവിടെ നിന്നൊരു വ്യക്തിയായിട്ട് അനീഷിനെ തോന്നി. ഈ ഒരു കാര്യം മാത്രമല്ല, പല കാര്യങ്ങളും ഈ പുള്ളിക്കാരത്തി അനീഷിനെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അനീഷിന് അതിനൊക്കെ ഓരോ മുട്ടത്താപ്പ് ന്യായങ്ങളൊക്കെ പറഞ്ഞ് അനീഷ് ഒഴിയുവാണ്. കാരണം ഇവരായിരുന്നു ഇൻ്റർവ്യൂ എടുത്തത്. ഈ ഇൻ്റർവ്യൂ എടുത്തൊരു അനീഷ് ആയിരുന്നില്ല ബിഗ് ബോസ് ഹൗസിൻ്റെ അടുത്ത് പോയി കളിച്ചത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം ഈ 100% ജെനുവിനായിട്ടാണോ അനീഷ് നിന്നത്, ഈ അനീഷ് ഇങ്ങനെ ആയിരുന്നോ എന്നുള്ളതിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ്